ഗ്ലോറി ടു ഗോഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശ്രേഷ്ഠകരമായ നാമം ഇന്നലെ രാത്രിയിലും മഹത്വപ്പെടുമാറാകട്ടെ. നമുക്കൊരുമിച്ച് സന്തോഷത്തോടും സൗഖ്യത്തോടും ഈ നല്ല രാത്രിയിലും കർത്താവിന്റെ വചനം കേൾക്കുവാൻ വളരെ മനസ്സൊരുക്കത്തോടെ ആയിരിക്കാം. എത്രയോ അനിഷ്ട സംഭവങ്ങൾ അനുദിനവും നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെക്കാൾ ശ്രേഷ്ഠകരമായ അനേകം പൊടുന്നനവെ ജനിച്ചിരിക്കാത്ത നിമിഷത്ത് ലോകത്ത് നിന്ന് മരണത്തിലൂടെ നീക്കപ്പെട്ടു. എന്നാൽ കർത്താവിന്റെ വലിയ കൃപയൊന്നുകൊണ്ട് മാത്രം ഈ രാത്രിയിലും ആരോഗ്യത്തോടും സൗഖ്യത്തോടും കൂടെ നമുക്ക് ഈ ഭൂമിയിലായിരിക്കുവാൻ കർത്താവ് നൽകിയ നല്ല അവസരങ്ങൾക്ക് അധികം നന്ദിയുള്ളവരായി തീരുവാൻ നമുക്കിടയാകട്ടെ. പ്രിയമുള്ളവരെ, നാം ആയിരിക്കും ദൈവത്തിന്റെ കൃപയാണ്. അതുകൊണ്ട് ഈ നിമിഷം വരെയും എൻ്റെ കർത്താവ് എന്നെ നിർത്തി എന്നുള്ള ആ നന്ദിയുള്ള ഹൃദയം എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുകയും അധികം ദൈവത്തിന്റെ കൃപയ്ക്കായി അപേക്ഷിക്കുവാൻ മനസ്സൊരുക്കത്തോടെ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചു മുന്നേറുവാൻ നമുക്ക് ഒരുക്കത്തോടെ ആയിരിക്കാം. ഈ രാത്രിയിലെ ദൈവവചന ചിന്തകൾക്കായി 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വചനത്തിലേക്ക് നമുക്ക് വരാം. 2 Corinthians chapter 5 verse 20. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിനു വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവിനെന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന്റെ സ്ഥാനാപതികളായി. അപ്പോസ്തലന്മാർ പറയുകയാണ്, ഞങ്ങൾ ക്രിസ്തുവിന്റെ സ്ഥാനാപതികളാണ്. ഇന്ന് രാത്രി അപ്പോസ്തലന്മാർ മാത്രമല്ല പ്രിയമുള്ളവരെ, യേശുവിന്റെ തിരുനിണത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട നാം ഓരോരുത്തരും ദൈവത്തിന്റെ സ്ഥാനാപതികളാണ്. സ്ഥാനാപതി അല്ലെങ്കിൽ അംബാസിഡർ എന്ന പദം നമുക്കൊക്കെ വളരെ സുപരിചിതമാണ്. വളരെ ശ്രേഷ്ഠകരമായൊരു പദവിയാണ് പ്രിയരെ അത്. ഈ രാത്രി അല്പനിമിഷം നാം ദൈവവചനത്തിലൂടെ ധ്യാനിക്കുന്നത് നാം ദൈവത്തിന്റെ സ്ഥാനാപതികൾ എന്ന ആ സബ്ജക്റ്റാണ്. നമുക്കെല്ലാം അറിയാം, ഇന്ത്യയിൽ ധാരാളം സ്ഥാനാപതികളുണ്ട്. ഇന്ത്യയുമായി നയതന്ത്ര ബന്ധമുള്ള, വ്യാപാര ബന്ധമുള്ള നിരവധി രാജ്യങ്ങളിലെ സ്ഥാനാപതികൾ ഇന്ത്യയിലുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നും ധാരാളം സ്ഥാനാപതികളെ വിവിധ വിദേശ രാജ്യങ്ങളിലേക്ക് ഇന്ത്യ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ഥാനാപതി ഒരു രാജ്യത്ത് ആയിരിക്കുമ്പോൾ ഏത് രാജ്യമാണോ തന്നെ അയച്ചത് ആ രാജ്യത്തെ മുഴുവൻ റെപ്രസെന്റ് ചെയ്യുക. ഒരു സ്ഥാനാപതിയുടെ പദവി വളരെ വലുതാണ്. ഒരു രാജ്യത്തിന്റെ മുഴുവൻ പ്രതിനിധിയായി മറ്റൊരു രാജ്യത്ത് ചെന്ന് പാർക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒത്തിരി സ്വാർത്ഥ താല്പര്യങ്ങളും സ്വന്തം ഇഷ്ടങ്ങളും ഒക്കെ ഉണ്ട്. അത് മാത്രം ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയല്ല തന്നെ അയച്ചിരിക്കുന്ന രാജ്യം ഏതോ ആ രാജ്യത്തിന്റെ മുഴുവൻ സ്വഭാവത്തെ താൻ റെപ്രസെന്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ തന്നിലൂടെ വെളിപ്പെടുത്തുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, നാം ക്രിസ്തുവിന്റെ സ്ഥാനാപതികളായി ദൈവത്താൽ ഈ ഭൂമിയിൽ ആക്കപ്പെട്ടിരിക്കുമ്പോൾ നാം പ്രതിനിധാനം ചെയ്യുന്ന ആ ഗവൺമെന്റ് ഏത്, ആ രാജ്യം ഏതെന്ന് നമുക്ക് നല്ല ഉറപ്പുണ്ടായിരിക്കണം. ഈ ഭൂമിയിൽ നാം അന്യരാണ്, പരദേശികളാണ്, അല്ലെങ്കിൽ കുറച്ചു കാലം എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് ആ നിത്യരാജ്യത്തിൽ പോകണം എന്നൊക്കെയുള്ള ചിന്ത പലപ്പോഴും നമ്മളെ ഭരിക്കാറുണ്ട്. നിശ്ചയമായും നമ്മുടെ എല്ലാം പ്രത്യാശ, നമ്മുടെ എല്ലാം ആഗ്രഹം നമുക്ക് വേണ്ടി കർത്താവായ യേശു പണി കഴിപ്പിച്ചിരിക്കുന്ന നിത്യഭവനത്തിൽ പോകണമെന്നുള്ളതാണ്. അത് ദൈവം നിശ്ചയിച്ച സമയത്ത് നമ്മളെ ചേർക്കും. എന്നാൽ ഈ ഭൂമിയിൽ നമ്മൾ ആയിരിക്കുന്ന കാലയളവ് മുഴുവൻ ദൈവം നമ്മളെ വലിയൊരു പദ്ധതിക്ക് വേണ്ടിയാണ് ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത്. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ചെറുതല്ല. ദൈവരാജ്യത്തെ പ്രതിനിധാനം ചെയ്യുക.
അംബാസിഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ സ്ഥാനാപതികളാക്കി ദൈവം നമ്മളെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നു. ഒരു രാജ്യത്ത് ഒരു സ്ഥാനാപതി തന്റെ ദൗത്യത്തിൽ ഏർപ്പെടുമ്പോൾ ആ രാജ്യത്തിന്റെ സ്വഭാവമാണ് വെളിപ്പെടുത്തുന്നത്. ഞാൻ മുന്നമേ ഓർമ്മിപ്പിച്ചു. അങ്ങനെയെങ്കിൽ ഈ ലോകത്തിൽ ക്രിസ്തുവിന്റെ സ്ഥാനാപതികളാക്കി ദൈവം നമ്മളെ ഓരോരുത്തരെയും ആക്കി വെച്ചിരിക്കുമ്പോൾ നമ്മളിലൂടെ വെളിപ്പെടേണ്ടത് നാം പ്രതിനിധാനം ചെയ്യുന്ന രാജ്യത്തിന്റെ ഇച്ഛകളായിരിക്കണം. അപ്പോൾ അവിടെ നമ്മുടെ ചില ഇഷ്ടങ്ങൾ ബലികഴിക്കേണ്ടി വരും. നമ്മുടെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾ, നമ്മുടെ ബാലിശമാകുന്ന ചിന്തകൾ, ഇതൊക്കെ മാറ്റിവെച്ചാൽ മാത്രമേ നമുക്ക് സ്വർഗീയ ഗവൺമെന്റിനെ ഇവിടെ പ്രതിനിധാനം ചെയ്യുവാൻ കഴിയത്തുള്ളൂ. പലപ്പോഴും ദൈവമക്കളെന്ന് അഭിമാനിക്കുന്ന നമ്മളെ കുറിച്ച് വളരെ വികലമാകുന്ന ഒരു ചിന്താശൈലിയാണ് പിന്തുടരുന്നത്. ചിലരൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അവര് താഴ്മ ധരിക്കുന്നതൊക്കെയാ പറയുന്നത്. അവരിങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ, അടിയൻ പൊടിയാണ്, കൃമിയാണ്, പുഴുവാണ്, അല്ലെങ്കിൽ അടിയനെ, അടിയാട്ടിയെ പൊടിയോളം സമർപ്പിക്കുന്നു. ഇങ്ങനെയുള്ള പല പദപ്രയോഗങ്ങളും നാം ഉപയോഗിക്കാറുണ്ട്. പ്രിയമുള്ളവരെ, അത് താഴ്മയ്ക്ക് വേണ്ടിയാണോ നാം ഉപയോഗിക്കുന്നത്? അതെ, അതിനുവേണ്ടിയാണോ പറയുന്നത്? എന്നാൽ വാസ്തവത്തിൽ ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നാം ഓരോരുത്തരും പൊടി പോലുമല്ല. അതാണ് വാസ്തവം. പൊടി പോലുമല്ല. ആനയും കൊതുകും തമ്മിൽ എത്രത്തോളം അന്തരമുണ്ടോ അതിനേക്കാൾ വലുതാണ് നാമും ദൈവവും തമ്മിലുള്ള അന്തരം. എന്നാൽ പൊടി പോലും അല്ലാതിരുന്ന നമ്മളെ കർത്താവ് പൊടിയായി കാണാൻ ആഗ്രഹിച്ചില്ല. അവൻ തന്റെ സ്വന്തം രക്തം കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങി രാജകീയ പുരോഹിത വർഗമാക്കി മാറ്റി. മറ്റൊരു സബ്ജക്റ്റാണ്. നമ്മളെ അവൻ തന്റെ സ്ഥാനാപതികളാക്കി നിയമിച്ചു. അപ്പം ഒരു രാജ്യം അംബാസഡറായിട്ട് മറ്റൊരു രാജ്യത്തിലേക്ക് ഒരാളെ അയക്കുമ്പോൾ അദ്ദേഹം അവിടെ ചെന്നിട്ട്, അയ്യോ, ഞാനൊരു പൊടിയാണ്, ഞാനൊരു കൃമിയാണ്, ഞാനൊരു പുഴുവാണ്, എന്നെ കൊണ്ടൊന്നും ശേഷിയില്ല, എന്നെ കൊണ്ടൊന്നും കഴിയത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ രാജ്യത്തെ അദ്ദേഹം അപമാനിക്കുകയല്ലേ? മുഴുവൻ രാജ്യത്തെയും താൻ അപമാനിക്കുക. എന്തിനാണ് തന്നെ അയച്ചതെന്നുള്ള ദൗത്യം പോലും മറന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ താൻ സ്വയം ഒരു അപഹാസ്യനായി മാറുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, ഈ ലൈവിൽ ശ്രദ്ധിക്കുന്നതിനോട് ഞാൻ വളരെ വിനയത്തോടെ ഓർമ്മിപ്പിക്കട്ടെ, പൊടി പോലും അല്ലാതിരുന്ന നമ്മളെ കർത്താവ് അങ്ങനെ കാണാൻ ആഗ്രഹിച്ചില്ല. തന്റെ സ്വന്തം രക്തത്താൽ നമ്മളെ വിലയ്ക്ക് വാങ്ങി ക്രിസ്തു തനിക്ക് പകരം സ്ഥാനാപതിയാക്കി ഈ ഭൂമിയിൽ നിയമിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മേൽ കൈവന്ന ശ്രേഷ്ഠകരമാകുന്ന പദവി എത്ര വലുതെന്ന് ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞ് ദൈവത്തെ സ്തുതിക്കാൻ നാം തയ്യാറാകണം. ഇതെന്റെ കഴിവ് കൊണ്ട് എനിക്ക് ലഭിച്ചതല്ല. ഞാൻ പ്രാർത്ഥിച്ചും ഉപവസിച്ചും ഞാൻ സ്വായത്തമാക്കിയതൊന്നല്ലിത്. മഹാദൈവം തന്റെ കരുണയാൽ ഈ പദവിക്ക് എന്നെ യോഗ്യനാക്കി മാറ്റി. അതുകൊണ്ട് ഇന്ന് രാത്രി നിഗളിച്ചു പോകരുത്, അഹങ്കാരത്തിന്റെ വർത്തമാനങ്ങൾ പറയരുത്. എന്റെ കർത്താവ് തന്റെ മഹാകൃപയാൽ പൊടി പോലും അല്ലാതിരുന്ന എന്നെ സ്ഥാനാപതിയാക്കി നിയമിച്ചിരിക്കുന്നു. ആ തിരിച്ചറിവ് വന്ന് ആ ശ്രേഷ്ഠകരമാകുന്ന പദവി എന്തെന്ന് അതിന്റെ ആഴം മനസ്സിലാക്കി ആ ബോധ്യത്തോടെ നാം ദൈവത്തെ മഹത്വപ്പെടുത്തി മുന്നേറുമ്പോൾ ആ സ്ഥാനാപതിയുടെ മഹത്വത്തെ നാം ലോകത്തിന് വെളിപ്പെടുത്തുവാൻ തുടങ്ങും. അതുകൊണ്ട് വളരെ വിനയത്തോടെയാണ് പ്രിയരെ ഞാനിതെല്ലാം ഓർമ്മിപ്പിക്കുന്നത്. നമ്മളെ തന്നെ ഒന്നുമല്ല എന്ന് കണ്ട് ഒരു സ്വയം ശൂന്യതാബോധത്തിൽ അയ്യോ പൊടിയാണ് കൃമിയാണ് എന്ന് പറഞ്ഞ് അങ്ങനെ നടക്കാനല്ല. അത് കർത്താവിന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുക. രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി ഇത്രയും വലിയൊരു പദവിയിൽ നമ്മളെ ആക്കി വെച്ചിരിക്കുമ്പോൾ ആ പദവിയുടെ ശ്രേഷ്ഠത തിരിച്ചറിഞ്ഞ് നാം നടന്നു തുടങ്ങുമ്പോൾ സ്വർഗം സന്തോഷിക്കുവാനിടയായിത്തീരും. പ്രിയമുള്ളവരെ,
നാം റെപ്രസെന്റ് ചെയ്യുന്ന രാജ്യം ഇളകാത്ത രാജ്യമാണ്. ഈ ലോകത്തിലെ സ്ഥാനാപതികളൊക്കെ ചില സമയങ്ങൾ അവരയച്ച രാജ്യം പിൻവലിക്കാറുണ്ട്. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ ഉലച്ചിലുകൾ സംഭവിക്കുമ്പോൾ, ചില വ്യാപാര കരാറുകളിൽ അവർക്ക് ചില കോട്ടം സംഭവിക്കുമ്പോൾ അവർ ആ പ്രതിനിധികളെ തിരിച്ചു വിളിക്കും. കാരണം ഈ ലോകത്തിലെ സ്ഥാനാപതിക്ക് വലിയ ഉറപ്പില്ല, എന്നും ഈ പൊസിഷനിൽ അവിടെ ഉണ്ടാകും എന്ന് വലിയ ഉറപ്പൊന്നുമില്ല. എന്നാൽ നമ്മൾ അങ്ങനെ ഒരു രാജ്യത്തെ അല്ല റെപ്രസെന്റ് ചെയ്യുന്നത്. എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ഒരു രാജ്യം. ആ രാജ്യത്തിന് വേണ്ടി, ആ രാജ്യത്തിനെ റെപ്രസെന്റ് ചെയ്യുവാൻ കർത്താവ് എന്നെ നിങ്ങളെ നിയമിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഈ ആയുസ്സിൽ ലഭിച്ച ഈ വലിയ ശ്രേഷ്ഠകരമായ പദവി അത് വർണ്ണിക്കുവാൻ കഴിയത്തില്ല പ്രിയമുള്ളവരെ. വാക്കുകൾക്ക് അതീതമാണ്. അത്ര വലിയൊരു പൊസിഷനിലേക്കാണ് എന്നെയും നിങ്ങളെയും കർത്താവാക്കിയത്. പലപ്പോഴും രക്ഷയുടെ മഹത്വം എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. നമ്മൾ രക്ഷിക്കപ്പെട്ടു, കർത്താവിനെ നമ്മൾ വായ കൊണ്ട് ഏറ്റു പറഞ്ഞു, ഹൃദയം കൊണ്ട് വിശ്വസിച്ചു, യേശു എൻ്റെ ഉള്ളിൽ വരണമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് നമ്മളെ രക്ഷിച്ചു, നമ്മുടെ പാപങ്ങളെല്ലാം ശുദ്ധീകരിച്ചു എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കും. എന്നാൽ അതിലൂടെയൊക്കെ സംഭവിച്ചതെന്താ? നമ്മുടെ പദവിക്കാണ് വലിയ മാറ്റം ഉണ്ടായത്. ശാപഗ്രസ്തരായിരുന്ന, നിത്യശിക്ഷാവിധിക്ക് അർഹരായിരുന്ന നമ്മളെ സ്വർഗീയ ഗവൺമെന്റിന്റെ റെപ്രസെന്റേറ്റീവ്സ് ആക്കി മാറ്റി. സമയമെടുത്ത് അല്പ നിമിഷങ്ങൾ ഈ വചനമൊക്കെ ഒന്ന് ധ്യാനിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകിയ ഭാഗ്യകരമാകുന്ന പദവിയൊക്കെ നമ്മളൊന്ന് ശാന്തമായി ധ്യാനിച്ചാൽ മറ്റൊന്നുമില്ലേലും 1000 കാരണങ്ങൾ ദൈവത്തെ സ്തുതിക്കാൻ നമുക്ക് വരും. നാം ആരെന്നുള്ള ബോധ്യം ഇന്ന് രാത്രി നമുക്ക് വരട്ടെ. നമ്മൾ സാധാരണക്കാരല്ല. ലോകത്തിലുള്ള നമ്മുടെ രക്തബന്ധങ്ങൾ അനേകരുണ്ട്. യേശുവിനെ അറിയാത്തവർ, കർത്താവിന്റെ ഈ രക്ഷ മനസ്സിലാക്കാത്ത അനേകരുണ്ട്. അവരെ നിങ്ങൾ ഒരു നോർമൽ ലെവലിൽ കമ്പയർ ചെയ്യരുത്. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയും രക്ഷിക്കപ്പെടാത്തൊരു തമ്മിലുള്ള വലിയ വ്യത്യാസമുണ്ട്. നമ്മൾ സാധാരണക്കാരല്ലെന്ന്. രാത്രി നിങ്ങളുടെ ചിന്തകൾ മാറട്ടെ, കാഴ്ചപ്പാടുകൾക്ക് വലിയ മാറ്റം വരണം. 60, 70, 80 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പദ്ധതിക്ക് വേണ്ടിയല്ല യേശു നിങ്ങളെ കണ്ടത്. ഈ ലോകത്തിൽ നിങ്ങൾ സ്ഥാനാപതി, എന്നാൽ ഈ ലോകത്തിലെ വാസം കഴിയുമ്പോൾ നിത്യതയോളം നിലനിൽക്കുന്ന ഒരു വലിയ പ്രോജക്റ്റിലേക്കാണ് കർത്താവ് നമ്മളെ ഓരോരുത്തരെയും വിളിച്ചത്. സ്ഥാനാപതികൾ തങ്ങളുടെ പദവി ദുരുപയോഗം ചെയ്ത്, അല്ലെങ്കിൽ ആ പദവി എന്തെന്ന് തിരിച്ചറിയാതെ തുടരുന്നത് വളരെ സങ്കടകരമായ അവസ്ഥയാണ്. ഒരു രാജ്യത്തിന്റെ പ്രതിനിധിയും മറ്റൊരു രാജ്യത്ത് ചെന്ന് ഇരക്കാറില്ല, ആരോടെങ്കിലും സങ്കടം പറയാറില്ല, ആരോടെങ്കിലും വിഷമങ്ങൾ പങ്കിടാറില്ല. കാരണം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ രാജ്യത്തെയാണ് താൻ അപഹസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അയച്ച രാജ്യം ഏതാണോ ആ രാജ്യത്തിന്റെ മുഴുവൻ പ്രൗഢിയും വിളിച്ചോതുന്ന തരത്തിലാണ് താൻ ഓരോ വാക്ക് സംസാരിക്കുന്നത്, ഓരോ കാര്യങ്ങൾ ഇടപെടുന്നത്. ഇനി ഈ റെപ്രസെന്റേറ്റീവ്സ് അല്ലെങ്കിൽ ഈ അംബാസഡറിനെ തൊട്ടാൽ എന്താ സംഭവിക്കുന്നത്? അതാണ് നാം തിരിച്ചറിയേണ്ടത്. ഞാനിങ്ങനെ പറയാൻ ശ്രമിക്കാം. ഡൽഹിയിൽ ചെന്നാൽ ധാരാളം അംബാസഡേഴ്സ്, ഇന്ത്യയുമായി നയതന്ത്ര ബന്ധമുള്ള രാജ്യങ്ങളുടെ പ്രതിനിധികൾ വസിക്കുന്ന അവരുടെ വസതികൾ നമുക്ക് കാണുവാൻ കഴിയും. ഒരു വികൃതി പയ്യൻ ആ സ്ട്രീറ്റിലൂടെ നടന്നുപോയി. അങ്ങനെ പോകാൻ കഴിയത്തില്ല, അവിടെയൊക്കെ വലിയ സുരക്ഷാ സംവിധാനങ്ങളുണ്ട്. ഉദാഹരണമാണ്, നടന്നുപോയി. അങ്ങനെ നടന്നു പോകുമ്പോൾ ന്യൂസിലൻഡിന്റെ അംബാസഡർ താമസിക്കുന്ന വസതി കണ്ടെന്നിരിക്കട്ടെ, വളരെ മനോഹരം. കണ്ടപ്പോൾ കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു ലോകം, ചില്ലുകൊട്ടാരം. അവനൊരു കൗതുകം തോന്നി, ഒരു കല്ലെടുത്ത് ഒരൊറ്റ ഏറ് കൊടുത്തു. ചില്ല് പൊടിഞ്ഞ് താഴെ വീണു. 50,000 രൂപയുണ്ടെങ്കിൽ, 1,00,000 രൂപയുണ്ടെങ്കിൽ ആ നഷ്ടം പരിഹരിക്കാം, ആ ഗ്ലാസ് മാറ്റിയിടാം. പക്ഷെ 50,000-ന് 1,00,000 കൊണ്ട് പ്രശ്നം തീരത്തില്ല. നിസാരമാ. ഒരു നാനോ സെക്കൻഡ് കൊണ്ട് ഒരു പയ്യൻ കാണിച്ച ഒരു വികൃതിത്തരം, അതിന്
ഈസി ആയിട്ട് കൈകാര്യം ചെയ്ത് ആ പ്രശ്നത്തെ പരിഹരിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ പ്രശ്നം അവിടെ കൊണ്ട് തീരത്തില്ല. എന്തായിരിക്കും അനന്തരഫലം? ആ ന്യൂസിലൻഡിന്റെ അംബാസഡർ ഉടനെ തന്റെ രാജ്യത്തെ വിളിക്കും. അവരോട് പറയും, ഇന്ത്യയിൽ വെച്ച് നമ്മുടെ രാജ്യത്തിന് ആക്രമണം നേരിട്ടിരിക്കുന്നു. രാജ്യത്തെ ആക്രമിച്ചില്ലല്ലോ. ഇവിടുന്ന് ആരും പടക്കോപ്പുകളുമായി യുദ്ധസന്നദ്ധരായി എവിടെ പോയ രാജ്യത്തെ ആക്രമിച്ചില്ലല്ലോ. വേണ്ട, ആ അംബാസഡറിനെ തൊട്ടാൽ ആ രാജ്യത്തെ തൊടുന്നതിന് തുല്യമാണ്. പെട്ടെന്ന് എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? ന്യൂസിലൻഡിന്റെ വിദേശകാര്യമന്ത്രി ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയുമായി സംസാരിക്കും. എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഞങ്ങളുടെ രാജ്യത്തെ അപമാനിക്കാൻ, ഞങ്ങളുടെ രാജ്യത്തെ ആക്രമിക്കാൻ നിങ്ങൾ എന്തുകൊണ്ട് തയ്യാറായി? ഉടനെ ആ പ്രതിനിധി അവർ മടക്കി വിളിക്കും, തിരിച്ചു വിളിക്കും. രാജ്യങ്ങൾ തമ്മിലുള്ള കരാറുകൾ ലംഘിക്കപ്പെടും. അവിടെ യുദ്ധം പ്രഖ്യാപിക്കപ്പെടും. 50,000 1 ലക്ഷം രൂപയോ കൊണ്ടോ തീർക്കാവുന്ന ഒരു പ്രശ്നം, ഒരു ഗ്ലാസ് മാറ്റി വെച്ചാൽ മതി. പക്ഷെ വിഷയം അവിടെ നിന്നും തീരത്തില്ല. അത് വലിയ അന്താരാഷ്ട്ര ഇഷ്യൂ ആയി മാറും. കാരണം തൊട്ടത് ഒരു വ്യക്തിയെയല്ല, ഒരു ബിൽഡിങ്ങിനല്ല, ഒരു രാജ്യത്തെ മുഴുവനുമാണ് ആക്രമിച്ചത്. അതാണ് അംബാസഡറിന്റെ പദവിയുടെ പ്രത്യേകത. പ്രിയമുള്ളവരെ, വെറുതെയാണ് യേശു പറഞ്ഞത് നിങ്ങളെ തൊടുന്നവൻ എന്റെ കണ്ണിന്റെ കൃഷ്ണമണിയെ തൊടുന്നെന്ന്? യേശുവിന്റെ കണ്ണിന്റെ കൃഷ്ണമണി ആർക്കെങ്കിലും തൊടാൻ പറ്റും? ഒന്ന് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച്. യേശുവിന്റെ കണ്ണിന്റെ കൃഷ്ണമണി ആർക്കെങ്കിലും തൊടാൻ പറ്റും? തൊടാനൊക്കത്തില്ലല്ലോ. പിന്നെന്താ കർത്താവ് പറഞ്ഞത്? എന്റെ രക്തത്താൽ ഞാൻ വിലയ്ക്ക് മേടിച്ച എന്റെ കുഞ്ഞുങ്ങളെ, എന്റെ മക്കളെ ആരേലും തൊട്ടാൽ അത് എന്റെ കണ്ണിന്റെ കൃഷ്ണമണിയെ തൊടുന്നതിന് തുല്യമാ. അങ്ങനെയെങ്കിൽ യേശു നമുക്ക് നൽകിയ പദവി, അതിന്റെ ശ്രേഷ്ഠത എത്ര വലുതാ! ചിന്തിച്ചാൽ വലിയ പിടുത്തം കിട്ടും. പ്രിയമുള്ളവരെ, നമ്മൾ ആരാ? നമുക്ക് നമ്മളെ കുറിച്ചൊരു വിലയില്ല. നമ്മൾ ആരാന്നുള്ള ബോധ്യം നമുക്കില്ല. എന്നാൽ കർത്താവ് നമ്മളെ കാണുന്നത് എത്ര ശ്രേഷ്ഠകരമായ പദവിയില്ല. അതുകൊണ്ട് നമ്മളെ തൊടുമ്പോൾ നമുക്ക് വേണ്ടി ചോദിക്കാൻ ഒരു രാജ്യമുണ്ട്. ഈ ലോകത്തിലെ ഒരു അംബാസഡറിനെ മറ്റൊരു രാജ്യത്ത് വെച്ച് ഒരാക്രമണം നേരിടുമ്പോൾ അതൊരു അന്താരാഷ്ട്ര വിഷയമായി മാറി ആ മുഴുവൻ രാജ്യവും ആ വ്യക്തിക്ക് വേണ്ടി എഴുന്നേൽക്കുമെങ്കിൽ ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, എന്നെയും നിങ്ങളെയും ആരെങ്കിലും തൊട്ടാൽ, തൊടുന്നവർ വിവരം അറിയുമെന്നല്ല, നമുക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ഒരു രാജ്യം എഴുന്നേൽക്കും. നമുക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന രാജ്യത്തിന്റെ പ്രത്യേകത എന്താ? ആ രാജ്യത്തിൽ സ്വർഗീയ സൈന്യം, ദൈവദൂതന്മാർ, ശക്തന്മാർ. നമുക്ക് വേണ്ടി ആ രാജ്യം മുഴുവനും കൊണ്ട് ഇറങ്ങുന്നുണ്ട്. ഒരു ദൂതൻ ഇറങ്ങിയാൽ തന്നെ സാധാരണമാകുന്ന പ്രവർത്തികൾ നടക്കും. അങ്ങനെയെങ്കിൽ രാത്രി ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും അധികം പോകുന്നില്ല. ഒരു ഔട്ട്ലൈൻ തന്നു പോകുക. നമ്മൾ ആരെന്നുള്ള ബോധ്യം നമുക്ക് വരട്ടെ. ചോദിക്കാനും പറയാനും ആളില്ലാത്തവരല്ല പ്രിയരെ. നമ്മൾ പ്രതിനിധാനം ചെയ്യുന്ന ഒരു രാജ്യമുണ്ട്. ആ രാജ്യം നമുക്ക് വേണ്ടി എഴുന്നേൽക്കും. നമ്മുടെ സങ്കടത്തിന്റെ, ദുഃഖത്തിന്റെ വേളകളിൽ നമ്മളെ കൈയൊഴിയുന്ന ദൈവമല്ല ഈ പദവി നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. ഏത് ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലും നാം കടന്നു പോകുമ്പോൾ നമ്മുടെ അന്തരാത്മാവിനെ തിരിച്ചറിവ് ഉണ്ടായിരിക്കണം. ഞാൻ ക്രിസ്തുവിന്റെ സ്ഥാനാപതിയാണ്. ഞാൻ ദൈവത്തിന് വേണ്ടി ക്രിസ്തുവിന്റെ സ്ഥാനാപതിയായി ഈ ഭൂമിയിലായിരിക്കുന്നിടത്തോളം കാലം ഞാൻ ഒറ്റയ്ക്കല്ല. ലോകത്തിന് ഒരു പക്ഷെ ലോകപ്രകാരം ഒരു അഡ്രസ് നിങ്ങൾ കാണത്തില്ല. ചൂണ്ടിക്കാണിക്കാൻ വലിയ പദവിയുള്ള ബന്ധുമിത്രാദികളോ കുടുംബക്കാരോ സഹോദരങ്ങളോ നിങ്ങൾക്ക് കാണത്തില്ല. ഒരുപക്ഷെ നിങ്ങൾ ജനിച്ചു വളർന്ന സ്ഥലം, നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന ഭവന അന്തരീക്ഷം, നിങ്ങൾ ആയിരിക്കുന്ന ഗ്രാമം, ആ പട്ടണം പ്രശസ്തമൊന്നും ആയിരിക്കത്തില്ല. മറ്റുള്ള മുമ്പിൽ അഭിമാനത്തോടെ പ്രസന്റ് ചെയ്യാൻ കഴിയുന്ന ഒന്നും നിങ്ങൾക്ക് ഒരുപക്ഷെ കാണത്തില്ല. പക്ഷെ ഒരു കാര്യം തിരിച്ചറിയണം,
ഞാനും നിങ്ങളും റെപ്രസെന്റ് ചെയ്യുന്ന ഒരു രാജ്യം ശ്രേഷ്ഠമാണ്. ആ രാജ്യത്തിന്റെ അധിപൻ ശക്തനാണ്. എന്നെ ആക്കി വെച്ചിരിക്കുന്നത് ആ ശക്തനാകുന്ന ഭരണാധികാരിയാണ്. അതുകൊണ്ട് നാം കുലുങ്ങി പോകരുത്. ഇടറിപ്പോകുവാൻ അവസരങ്ങൾ പലത് വരാം. മനസ്സിനെ നിരാശയിലേക്ക് തള്ളി വീഴ്ത്തി, ഓ നിന്നെ എന്തിനു കൊള്ളാം, നിനക്കാര്യമില്ലല്ലോ, നീ എന്തിനിങ്ങനെ പോകുന്നു. ഒരുപക്ഷെങ്കിൽ കർത്താവിനെ അറിഞ്ഞതിന് അതുകൊണ്ട് നിങ്ങളുടെ ബന്ധങ്ങളെല്ലാം നഷ്ടപ്പെട്ട് കാണാം. യേശുവിനെ പ്രതി നിങ്ങളുടെ സ്വന്തക്കാർ, ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ, എന്തിനേറെ പറയുന്നു ജീവിത പങ്കാളികൾ, ഒരുപക്ഷെങ്കിൽ മാതാപിതാക്കൾ നിങ്ങൾ ഉപേക്ഷിച്ചെന്നിരിക്കാം. ആരോരുമില്ലാത്തവരെ പോലെ ഈ ലോകത്തിൽ നിങ്ങളിപ്പോൾ ആയിരിക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ലൈവായി നിൽക്കേണ്ട ഒരു തിരിച്ചറിവുണ്ടാകണം, ഒരു ബോധ്യമുണ്ടാകണം. ഞാൻ ക്രിസ്തുവിന്റെ സ്ഥാനാപതിയാണ്. ഞാൻ ദൈവത്തിന്റെ പകരക്കാരനായി, ക്രിസ്തുവിന്റെ പകരക്കാരനായി ഈ ലോകത്തിൽ കർത്താവിനെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു രാജ്യമുണ്ട്. എനിക്ക് വേണ്ടി ഒരു ചെറു വിരലെങ്കിലും ആരെങ്കിലും എനിക്കെതിരെ ചലിപ്പിച്ചാൽ ചോദിക്കാനും പറയാനും ഒരു രാജ്യമുണ്ട്. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ പ്രതികാര ചിന്തയല്ല ഉയരേണ്ടത്. ഞാൻ കാണിച്ചു തരാം എന്റെ ദൈവം ആരെന്ന്, അങ്ങനെയൊക്കെ ആൾക്കാർ ചിന്തിക്കാറുണ്ട്. അതല്ല പ്രിയരെ, നമ്മളെ കൺമണി പോലെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നവൻ, നമുക്ക് വേണ്ടി സംസാരിക്കുന്നവൻ, നമുക്ക് വേണ്ടി വാദിക്കുന്നവൻ ആരാണ്? ഭൂരിപക്ഷം കുറയുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ഗവൺമെന്റ് അല്ല, അല്ലെങ്കിൽ ഇന്നൊരു നയം സ്വീകരിച്ച് നാളെ മറ്റൊരു നയം സ്വീകരിക്കുന്ന ഗവൺമെന്റ് അല്ല. അതൊക്കെ ഈ ലോകത്തിലെ ഗവൺമെന്റുകളുടെ സ്വഭാവമാണ്. പക്ഷേ ഇളകാത്ത, മാറ്റമില്ലാത്ത ആമേൻ ഒരു രാജ്യം നമ്മളെ പുറകിലുണ്ട്. അതുകൊണ്ട് ഈ ജീവിതയാത്രയിൽ നമുക്ക് ധൈര്യത്തോടെ മുൻപോട്ട് പോകുവാനിടയാണ്. രാജ്യങ്ങൾ തമ്മിൽ ഞാൻ പറഞ്ഞു, വ്യാപാര ബന്ധങ്ങളിലോ മറ്റോ എന്തെങ്കിലും ഉലച്ചിലുകൾ സംഭവിച്ചാൽ, യുദ്ധം വന്നാൽ ആദ്യം ചെയ്യുന്നത് ഈ അംബാസഡേഴ്സിനെ അവരെ തിരികെ വിളിക്കും, സ്ഥാനാപതികളെ തിരികെ വിളിക്കും. അങ്ങനെയെങ്കിൽ ഒരാശങ്കയും ഇന്ന് രാത്രി നിങ്ങൾക്കുണ്ടാകരുത്. ഈ ലോകത്തിൽ ഇപ്പോൾ ആത്മീയരുടെ ഇടയിൽ ധാരാളം ഉപദേശങ്ങളുണ്ട്. വൈരുദ്ധ്യമാകുന്ന ഉപദേശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പലതും കേട്ട് പലരുടെയും തല മരവിച്ചിരിക്കുക. ഏത് വിശ്വസിക്കണം? ചിലർ പറയുന്നു ഇപ്പോൾ മഹോപദ്രവമാണ്, സഭ മഹോപദ്രവത്തിലൂടെ കടന്നു പോകും. ചിലർ പറയുന്നു ഇല്ല, കടന്നു പോകത്തില്ല. ചിലർ പറയും ഇപ്പോൾ 1000 ആണ്ട് വായിച്ച് നടക്കുന്നു. ഇങ്ങനെ പല ഉപദേശങ്ങൾ മനുഷ്യനെ വട്ടം കറക്കുന്നു. ഇതിനൊന്നും പ്രിയരെ നിങ്ങൾ ചെവി കൊടുക്കരുത്. എഫേസ്യ ലേഖനത്തിൽ പറയുന്ന പോലെ ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളാകരുത്. ആമേൻ. ഒരു കാര്യം വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഓർപ്പിക്കാം. യുദ്ധം പ്രഖ്യാപിച്ചാൽ സ്ഥാനാപതികളെ തിരിച്ചു വിളിക്കുക എന്നത് ഈ ലോകത്തിന്റെ നയമാണെങ്കിൽ, ഈ ലോക ഗവൺമെന്റ് അത് ചെയ്യുമെങ്കിൽ, എത്ര വലിയ യുദ്ധം വന്നാലും ആ യുദ്ധത്തിന് മുമ്പേ സ്ഥാനാപതികളാകുന്ന നമ്മളെ നാം അയച്ചിരിക്കുന്ന രാജ്യം തിരികെ വിളിച്ചിരിക്കും, നമ്മളെ തിരികെ ഉയർത്തിരിക്കും. അത് ഓർത്ത് ഇന്ന് രാത്രി സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കണം. അതുകൊണ്ട് മാറി മാറി വരുന്ന ലോക സംഭവങ്ങൾ കണ്ട് നിങ്ങളാരും ആശങ്കാകുലരാകണ്ട. നിങ്ങളാരും നിരാശപ്പെട്ട അയ്യോ എന്തു ഭവിക്കാൻ പോകുന്നു, ഞങ്ങളുടെ നാളത്തെ സ്ഥിതി എന്താകും, ഗതി എന്താകും എന്ന് ഓർത്ത് വേദന അനുഭവിക്കരുതേ. പ്ലീസ്, നമ്മളെ റെപ്രസെന്റ് ചെയ്യുന്ന രാജ്യം നമ്മളെ സംരക്ഷിക്കും. ആമേൻ. നമ്മളെ തിരികെ വിളിക്കും, നമ്മളെ മാർവോടണയ്ക്കും. അതിന് രാത്രി നമ്മുടെ ഉറപ്പായിരിക്കണം. അപ്പൊ ഒരു രാജ്യത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സ്ഥാനാപതി ആ രാജ്യത്തായിരിക്കുമ്പോൾ താൻ ഏറ്റവും മെച്ചമായ തനിക്ക് ആ രാജ്യം അവർക്ക് കൊടുക്കാൻ കഴിയുന്ന എല്ലാ ഫെസിലിറ്റീസും കൊണ്ടാണ് ഒരു സ്ഥാനാപതി മറ്റൊരു രാജ്യത്താക്കുന്നത്. അങ്ങനെയെങ്കിൽ ലോകത്തിൽ സ്വർഗീയ ഗവൺമെന്റ്, സ്വർഗീയ പൗരന്മാരായ സ്ഥാനാപതികളായി നമ്മളെ ആക്കി വെച്ചിരിക്കുമ്പോൾ ആമേൻ, നമുക്ക് വേണ്ടി ഇതെല്ലാം കരുതിയിട്ടുണ്ട്, നമുക്ക് വേണ്ടി ഇതെല്ലാം ഒരുക്കിയിട്ടുണ്ട്.
ആമീൻ. നമ്മുടെ A to Z ചെറുതും വലുതുമാകട്ടെ എല്ലാ ആവശ്യങ്ങൾ, ഇന്നത്തേത് നാളത്തേത് എല്ലാം ആ സ്വർഗീയ രാജ്യം നമുക്ക് വേണ്ടി കരുതി ഒരുക്കിയായി ലോകത്ത് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നാളെ എന്താകും, ഭാവി എന്താകും, എന്തു തിന്നും, എന്ത് കുടിക്കും, ഇങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങളൊന്നും ഓർത്ത് വെറുതെ ടെൻഷൻ അടിക്കരുത്. സ്തോത്രം. ധൈര്യത്തോടെ വിളിച്ചു പറഞ്ഞ രാജ്യം നോക്കിക്കൊള്ളൂ, അയച്ചവൻ നോക്കിക്കൊള്ളൂ. നമ്മുടെ ഉത്തരവാദിത്വം ഒന്നേ ഉള്ളൂ, പകലുള്ളിടത്തോളം അയച്ചവന്റെ പ്രവൃത്തി ചെയ്യുക. നമ്മളെ അയച്ചവൻ ആരാണോ, എന്തിനാണോ അയച്ചത്, ആ ഡ്യൂട്ടി നമ്മൾ ചെയ്താൽ മതി. അത് ആരോടും പരുവം പറയാതെ, മനുഷ്യരുടെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കാനോ അല്ലെങ്കിൽ സ്വയം സംതൃപ്തി അടയാനോ എന്തോ ചെയ്തു എന്ന് വരുത്താനോ ഒന്നുമല്ല. ആമേൻ. സമയം അനുവദിക്കുന്നിടത്തോളം, കർത്താവ് ആയുസ്സ് തരുന്നിടത്തോളം നമ്മളെ അയച്ചവന്റെ പ്രവൃത്തിയിൽ നാം കർമ്മനിരതരായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടിയതെല്ലാം സ്വർഗീയ ഗവൺമെന്റ് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. ആമേൻ. മരുഭൂമിയിൽ മഞ്ഞ കൊടുത്തവൻ, കാക്കയാൽ ഭക്തനെ പുലർത്തിയവൻ നമ്മളെ പുലർത്താതിരിക്കുമോ, നമ്മളെ കരുതാതിരിക്കുമോ? അവന്റെ രക്തത്തിന്റെ വിലയിലെ നമ്മൾ. ആമേൻ. ഇനിയും പൊടിയാണേ, കൃമിയാണേ, പുഴുവാണ് ഒന്നും പറഞ്ഞുകൊണ്ടിരിക്കാതെ രാത്രി ഒന്ന് സടകുടഞ്ഞ് എഴുന്നേറ്റേ, ഒന്ന് ധൈര്യത്തിന്റെ വാക്കൽ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റേ. ഞാൻ ക്രിസ്തുവിന്റെ സ്ഥാനാപതിയാണ്. ഞാൻ ദൈവത്തിന്റെ റെപ്രസെന്റേറ്റീവ് ആണ്. ആ ഗൗരവത്തോടെ നടക്കണം, ആ അഭിമാനത്തോടെ വേണം നിങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്യുവാൻ. നിങ്ങളുടെ നടപ്പും എടുപ്പും പ്രവൃത്തിയും മനോഭാവങ്ങളും ഡീലിങ്സും ഒക്കെ കാണുമ്പോൾ ലോകം നിങ്ങളെ ഉറ്റുനോക്കണം. സംതിങ് എന്തോ സ്പെഷ്യൽ ഇവരിൽ കാണുന്നുണ്ടല്ലോ, സംതിങ് ഡിഫറെന്റ് ആണല്ലോ ഇവ. ലോകം നിങ്ങളെ കുറിച്ച് ആ സാക്ഷ്യം പറയട്ടെ, എന്നെ കുറിച്ച് ആ സാക്ഷ്യം പറയട്ടെ. ഒന്നിനും കുലുങ്ങാതെ, എന്ത് കേട്ടാലും ചഞ്ചലിക്കാതെ, ഏത് സമയത്തും സന്തോഷത്തോടും ധൈര്യത്തോടും ആമേൻ ഒരു സ്വർഗീയ ഗവൺമെന്റിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ധൈര്യശാലികളായി മുൻപോട്ട് പോകുവാൻ കർത്താവ് ഈ ദിവസം നമുക്ക് കൃപ നൽകട്ടെ. മറന്നു പോകരുത്, നിങ്ങൾ സാധാരണക്കാരല്ല, നിങ്ങൾ ക്രിസ്തുവിന്റെ സ്ഥാനാപതികളാണ്. യു ആർ അംബാസഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ കണ്ണുകൾ ദൈവത്തിൽ അടയ്ക്കാം. ഒന്നുമില്ലാതിരുന്ന സ്ഥാനത്ത് അന്യരും പരദേശികളുമായിരുന്ന, പാപികളായിരുന്ന, ദോഷികളായിരുന്ന നമ്മളെ തന്റെ പരിശുദ്ധ തിരുനിണത്താൽ വിലയ്ക്ക് വാങ്ങി ഈ ശ്രേഷ്ഠകരമായ പദവിയിലേക്ക് നമ്മളെ കൊണ്ടുവന്ന കർത്താവിനെ ഒരു നിമിഷം നമ്മുടെ ഹൃദയം തുറന്ന് നന്ദി പറയാം. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. സ്വർഗ്ഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് നന്ദിയോടെ അങ്ങയെ സ്തുതിക്കുന്നു. ഈ രാത്രി ഞങ്ങൾ ആരെന്നുള്ള തിരിച്ചറിവ് അവിടെ ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം. പലപ്പോഴും ഞങ്ങളെക്കുറിച്ച് ഞങ്ങൾക്കൊരു ബോധ്യമില്ല. അങ്ങ് രക്തം കൊടുത്ത് ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി സ്വന്തം മക്കളാക്കിയെങ്കിലും, സ്ഥാനാപതികളാക്കി ഞങ്ങളെ നിയമിച്ചെങ്കിലും, ഞങ്ങൾ ആ ശ്രേഷ്ഠകരമാകുന്ന പദവി തിരിച്ചറിയാതെ ലോകത്തിൽ ഒരു സാധാരണക്കാരെ പോലെ പലതും ചെയ്ത് പല കാര്യാദികളിലും ഏർപ്പെട്ട് നടന്നിരിക്കുന്ന അനുഭവങ്ങളുണ്ട്. കർത്താവേ, ഇന്ന് രാത്രി അവിടെ ഞങ്ങളെ ഓർമ്മിപ്പിച്ചതുപോലെ ആ ബോധ്യം ആഴമായി ഞങ്ങളുടെ മനസ്സിൽ പതിയുവാൻ അങ്ങ് സഹായിക്കണമേ. ഈ വചനം കേൾക്കുന്ന ഓരോരുത്തർക്കും അവിടുന്ന് ആ കൃപ കൊടുക്കണമേ. സ്ഥാനാപതികൾ എഴുന്നേൽക്കട്ടെ. ലോക സംഭവങ്ങളെ കണ്ട് പതറുന്നവരല്ല, തങ്ങളെ ഏൽപ്പിച്ച ദൗത്യത്തിന്റെ മഹത്വം തിരിച്ചറിഞ്ഞ് സ്വർഗീയ രാജ്യത്തെ റെപ്രസെന്റ് ചെയ്യുന്നവരായി തീരുവാൻ അവിടുന്ന് ഓരോരുത്തർക്കും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ മുൻപോട്ടുള്ള യാത്രയിൽ രോഗമോ ദുഃഖമോ ക്ഷീണമോ ദാരിദ്ര്യമോ സാമ്പത്തിക ക്ലേശങ്ങളോ ഒന്നും ഒരു വിഘ്നമായി തീരാതവണ്ണം ദൈവത്തിന് അത്ഭുതകരമാകുന്ന പ്രൊവിഷൻ, സൗഖ്യം, ജീവൻ, വിടുതൽ, ആശ്വാസം ഈ ജനം അനുഭവിക്കട്ടെ. അതിനവിടെ ഞങ്ങളെ ശക്തീകരിക്കും, ഒരുക്കും. ഏറെ കൃപകളാൽ നിറയ്ക്കും. സകല മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ വലിയ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കും.